ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എങ്ങനെയാണ് പ്രേക്ഷകരുടെ നെയ്ബേഴ്സ്, കൊലീഗ്സ്, റിലേറ്റീവ്സ്, നിങ്ങളെ അറിയാവുന്ന ആൾക്കാർ എങ്ങനെയാണ് പ്രേക്ഷകരെ കാണുന്നത്. സോ 2 ഗ്രൂപ്പാണുള്ളത്, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഓൾറൈറ്റ്, കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യൂ. one is purple color card, one is green color card. ടൈം സ്റ്റാമ്പ് നോക്കിയും സെലക്ട് ചെയ്യാവുന്നതാണ്. 2 കാർഡ്സും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ, 2 റീഡിങ്സും കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് പർപ്പിൾ കാർഡാണ്. Cancer season, this energy is emotional, sensitive, caring and loving. It may concern family, a mother or a child. So first of all, പ്രേക്ഷകരെ അറിയാവുന്ന ആൾക്കാർ അവർ വളരെയധികം പ്രേക്ഷകരെ ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടാണ് കാണുന്നത്. വളരെ കൈൻഡ്, വളരെ ജനറസ്, എല്ലാവരോടും വളരെ സ്നേഹം നിറഞ്ഞ അല്ലെങ്കിൽ സ്നേഹം ഉള്ള ഒരു വ്യക്തി. എല്ലാവരെയും സ്വന്തം ഫാമിലി പോലെ കാണുന്ന ഒരു വ്യക്തി. ഏത് ആപത്തിലും കൂടെ നിൽക്കുന്ന വ്യക്തി, ഏത് സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന വ്യക്തി. സോ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് കാർഡ്. ഓൾറൈറ്റ്, ആൻഡ് പെർട്ടിക്കുലർലി കുഞ്ഞുങ്ങളുമായിട്ട് വളരെയധികം ഇടപെടുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളരെയധികം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. വളരെയധികം ഇമോഷണലായിട്ടും കാണുന്നുണ്ട്. ചില മെമ്പേഴ്സിന് വളരെയധികം ഇമോഷണലായിട്ട്. ചില ആൾക്കാരുടെ അടുത്ത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ അവരുടെ രക്ഷകർത്താവാണ്. രക്ഷകർത്താവ് ഇൻ ദ സെൻസ് അവരുടെ ഒരു ആപത്തിൽ നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടാകും. സോ ആ ഒരു എനർജി ഇവിടെ ഏഞ്ചലിക് എനർജി വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ how do people view group 1. ഗ്രൂപ്പ് 1 പ്രേക്ഷകരെ എങ്ങനെയാണ് അവരെ അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ അടുത്ത് ഇടപെടുന്ന ആൾക്കാർ അവരെ കാണുന്നത്. Eight of Swords. Two of Wands. Nine of Pentacles, 3 of Cups, Ace of Swords and 5 of Pentacles. So ഇവിടെ first card 8 of Swords ആണ് വന്നത്, which is very interesting. Because ഫസ്റ്റ് കാർഡ് വളരെ ഇമോഷണൽ, വളരെ കെയറിങ്, ഫാമിലി എന്ന് ഫീൽ ചെയ്യിക്കുന്ന പ്രേക്ഷകരാണ് എന്നുള്ള ഭാവമാണ് വന്നിരിക്കുന്നത്. എന്നാൽ ചില ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾ ഏറെ പേടിയുള്ളവരാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഏറെ ഭയം, ഉൾഭയം, എവിടെയോ ഇത്തിരി കോൺഫിഡൻസ് കുറവ് എന്നും ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ക്ലാരിറ്റിയിലല്ല ജോലി ചെയ്യുന്നത്. ജോലി ഇൻ ദ സെൻസ് എന്തൊരു കാര്യം, അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി ജോബ് ആയിക്കോട്ടെ, നിങ്ങൾ ക്ലാരിറ്റിയിൽ അല്ല വർക്ക് ചെയ്യുന്നത്. എന്ത് ഡിസിഷനും നിങ്ങൾ ക്ലാരിറ്റിയിലല്ല എടുക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ വ്യക്തത കുറവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വ്യക്തത കുറവാണ് എന്നതാണ് ചില ആൾക്കാർക്ക് തോന്നുന്നത്. ആൻഡ് ചില ആൾക്കാർക്ക് ഇതും തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ റിസ്ക് ഏറെ എടുക്കാറുണ്ട് വിത്തൗട്ട് തിങ്കിങ്. ആലോചിക്കാതെയാണ് റിസ്ക് എടുക്കുന്നതും. ആൻഡ് ഇറ്റ് ഫീൽസ് ദാറ്റ് ഏറെ ആൾക്കാരുണ്ട് നിങ്ങളുടെ അടുത്ത്, പക്ഷെ നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് കമ്മിങ് ഫ്രം 8 of Swords. 8 of Swords കാർഡ് അതാണ് പറയുന്നത്. നൗ മൂവിങ് ഓൺ ടു 2 of Wands.
ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ വളരെ എനർജറ്റിക് ആണ്. ഓക്കെ, നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ പെട്ടെന്ന് ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ആ കാര്യം ചെയ്യുന്നു. ചില ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ അടുത്ത് വരും. ഓക്കെ, ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സമ്പൂർണ്ണതയിലാണ്. ഓക്കെ, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് വളരെ ഇഷ്ടമാണ് ആൾക്കാർക്ക്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഫങ്ഷനിൽ പോകുന്നത് അത് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആനിമൽസുമായിട്ട്, ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ബേർഡ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് വളരെയധികം കണക്ഷൻ നിങ്ങളുടെ സ്ട്രോങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ കളിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ സമയമെടുക്കുന്നുണ്ടാകാം. ഓക്കെ, സോ നിങ്ങൾ വളരെയധികം അബണ്ടൻ്റ് ആണ്. അത് പണം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹെൽത്ത് നല്ലതാണ്, റിലേഷൻഷിപ്പ് നല്ലതാണ്, നിങ്ങൾ ബ്യൂട്ടി വളരെ നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ്. ഓക്കെ, എല്ലാ രീതിയിലും അത് വീടായിക്കോട്ടെ, വീടും നല്ല സമ്പന്നതയുള്ള ഒരു വീടാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ എന്നും ചില ആൾക്കാർക്കൊരു തോന്നലുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇമോഷണലി നിങ്ങൾ മെച്യൂറാണ്, ഇമോഷണലി നിങ്ങൾ സ്റ്റേബിളാണ്. ഓക്കെ, ഓൾറൈറ്റ്. മറ്റാൾ ഉണ്ടെങ്കിലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കൂ, അങ്ങനെ ഉണ്ടാവൂ എന്നുള്ള ഒരു ധാരണ നിങ്ങൾ പ്രേക്ഷകരിൽ ഇല്ല. നിങ്ങൾക്കേറെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ എപ്പോഴും ഒരു ജോയ്ഫുൾ മൂഡ്. ഓക്കെ, എപ്പോഴും സന്തോഷം, എപ്പോഴും സമാധാനം. ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും കറങ്ങാൻ പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ വെളിയിൽ പോകുന്നു. എല്ലാവർക്കും അല്ലായിരിക്കാം, ബട്ട് ഇതാണ് എനർജി വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ധാരണയുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് വളരെ സ്ട്രോങ് ആണ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആണ്. നിങ്ങൾക്കുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്നും റെഡിയാണ് എന്നുള്ളൊരു ധാരണ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്കുണ്ട്. ഓക്കെ, കൊലീഗ്സിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട്. ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൊലീഗ്സ് അവിടെ നല്ലൊരു ബേസാണ്, നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടീവ് ബേസാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കൊലീഗ്സ് നിങ്ങളെ സഹായിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. നാ ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. ചില ആൾക്കാർക്ക് തോന്നുന്നു നിങ്ങൾ വളരെ ഉൾഭയമുള്ള ആളാണ്, കോൺഫിഡൻറ്റ് ഇല്ല, ക്ലാരിറ്റി ഇല്ല. എന്നാൽ ചില ആൾക്കാർക്ക് നിങ്ങൾ വളരെ ക്ലാരിറ്റിയിലാണ്, എന്നാൽ ഹാർഷ് വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരാളും കൂടിയാണ്. ദാറ്റ് ഈസ്, എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങൾ പറയും. ചില സമയത്ത് ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങൾ പറയുന്ന ടൈമിൽ ചില വാക്കുകൾ വളരെയധികം മറ്റൊരാളെ വേദനിപ്പിക്കുന്നതും ആകാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാരുടെ ധാരണയിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ദാറ്റ് ഈസ് ബ്ലണ്ട്ലി സംസാരിക്കുന്നത്, മറ്റൊരാളെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അത് നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നുള്ള ധാരണയുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ദാറ്റ് നിങ്ങളേറെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഓക്കെ, അനാഥർക്ക് വേണ്ടി, പ്രായമുള്ളവർ, അവഗണിക്കപ്പെട്ട പ്രായം ഉള്ളവർക്ക് വേണ്ടി ഏറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരോട് ഏറെ കരുണ കാണിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, രണ്ട് കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണം. ഡിവൈൻ Eight of Swords ക്ലാരിഫിക്കേഷൻ, 3 of Pentacles, ഓക്കെ, and 5 of Pentacles clarification, the Hermit. Okay, ചില പ്രേക്ഷകർക്ക് ഇതും തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ആൾക്കാരെ ഷട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അധികം ആൾക്കാരോട് സംസാരിക്കില്ല, ആൾക്കാരോട് ഇടപെടില്ല. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ കൂട്ടുകാരുണ്ടാക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. ഓക്കെ, എവിടെയോ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക്.
ഓക്കെ, നിങ്ങൾ മറ്റൊരാളെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് വരുന്നുണ്ട്. ആൻഡ് ഒറ്റയ്ക്കിരിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അതും ഒരു ധാരണയിൽ വരുന്നുണ്ട്. നിങ്ങൾ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്. എഡ്യൂക്കേറ്റഡ് ഇൻ ദ സെൻസ് വിവരമുള്ളവരാണ്, ഏറെ നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ, അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്കായി ജീവിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ, അതാണിവിടെ വരുന്നത്. ഓൾ റൈറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. Choose wisely. All right. Spiritual union. Hope. One more card. One more card, please. Spirit guides. One more card. Victory and success. Okay. So, പ്രേക്ഷകരുടെ കൊലീഗ്സ്, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ്, അവരുടെ ധാരണയിൽ നിങ്ങൾ ഇപ്പോൾ വളരെ കെയർഫുള്ളാണ്. ഓക്കെ, വളരെ കെയർഫുൾ. നിങ്ങളുടെ മുമ്പിൽ ഏറെ വഴികളുണ്ട്, പക്ഷെ നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് ഒരു വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ സക്സസിൻ്റെ വഴിയാണ്. ഓൾ റൈറ്റ്. നിങ്ങൾ അധികം ആൾക്കാരെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കാറില്ല. നിങ്ങൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് അതറിയിക്കാറില്ല. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്പിരിച്വലി അലൈൻഡ് ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു കൺസെപ്റ്റ് ഇതാണ്, ദാറ്റ് നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ ദൈവം ഉടനെ നിങ്ങൾക്ക് കൊണ്ടുതരും. ഓക്കെ, ഉടനെ നിങ്ങളുടെ കയ്യിലതെത്തും എന്നതാണ് അവരുടെ ധാരണ. സോ സ്പിരിച്വലി നിങ്ങൾ വളരെയധികം അലൈൻഡ് ആണ് വിത്ത് ദ ഡിവൈൻ എനർജീസ്. ആൻഡ് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ആണ് എന്നും ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിൽ നിൽക്കുന്നു അവിടെ ഹോപ്പാണ്, അവിടെ സക്സസ് ആണ്. ഓക്കെ, സോ ഐ ഫീൽ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ, ആൻഡ് ഈവൻ ദോ നിങ്ങൾ സിംഗിൾസ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർക്ക് നിങ്ങളുടെ what to say and how to say, okay, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരംഗമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ട്. ഓക്കെ, ബിക്കോസ് അവരുടെ ധാരണയിൽ നിങ്ങൾ ആരുടെ ജീവിതത്തിൽ വരുന്നോ അവരുടെ ജീവിതം വിജയമാണ്. സോ ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഈ ആൾക്കാർ, നിങ്ങളെ നിരീക്ഷിക്കുന്ന ആൾക്കാർ, ഓക്കെ, നിങ്ങളുടെ റിലേറ്റീവ്സ്, അടുത്ത ഉള്ള റിലേറ്റീവ്സ്, അത് കസിൻസ് ആകാം, പേരൻസ് ആകാം, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, നെയ്ബേഴ്സ് ആകാം, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള നിങ്ങളുടെ കൊലീഗ്സ് ആകാം, ബോസ്, എനിവൺ, ഓർ നിങ്ങളുടെ പേരേറെ കേൾക്കുന്നവർ, നിങ്ങളെ എന്നും കാണുന്നവർ, ഓക്കെ, അവരുടെ മനസ്സിൽ ഈ ഒരു ധാരണയുണ്ട് ദാറ്റ് നിങ്ങൾ ആരുടെ ജീവിതത്തിലാണോ അവരുടെ ജീവിതം നന്നാകും. നിങ്ങൾ കറൻ്റ്ലി ആരുടെ ജീവിതത്തിലാണോ, ദാറ്റ് ഈസ് നിങ്ങൾ കറൻ്റ്ലി ആരുടെ സ്പൗസ് ആണോ, നിങ്ങൾ കറൻ്റ്ലി ആരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആണോ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് അവരുടെ ജീവിതം വിജയമായിരിക്കുന്നത്. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പക്ഷേ ലെറ്റ് മീ ടെൽ യു, ഐ ഡു ഫീൽ ദാറ്റ് അതുകൊണ്ട് തന്നെ അവർക്കൊരാഗ്രഹമുണ്ട് ദാറ്റ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നായിരുന്നെങ്കിൽ അവരുടെ ജീവിതവും സക്സസ്സിലേക്ക് വന്നു പോയേനെ. ഓക്കെ, സോ ഐ ഡോണ്ട് നോ ഹൂ ദാറ്റ് ഈസ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ ആകാം, ഒരു മനസ്സിലൊരു ആഗ്രഹമാകാം ദാറ്റ് ആയിരുന്നെങ്കിൽ, ബട്ട് യു ആർ നോട്ട്. ഓക്കെ, യു ആർ നോട്ട്. സോ ഇതൊരു വളരെ നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ദാറ്റ് നിങ്ങൾ ആരുടെ ജീവിതത്തിൽ പോകുന്നോ, ആസ് എ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ, ആരുടെ മകളായിട്ടുണ്ടോ, മകനായിട്ടുണ്ടോ, ആരുടെ അച്ഛനോ അമ്മയോ ആയിട്ടുണ്ടോ, ആരുടെ സ്പൗസ് ആയിട്ടാണോ, ആരുടെ ബ്രദർ ഓർ സിസ്റ്റർ ആയിട്ടാണോ നിങ്ങളുള്ളത്, അവരുടെ ജീവിതം നന്നാകുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സക്സസ്സിലേക്ക് പോകുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. ബിക്കോസ് നിങ്ങൾ ഊർജമാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് വളരെയധികം ലൈറ്റ്
കൊടുക്കുന്ന, പ്രകാശം കൊടുക്കുന്ന, ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്ന, സന്തോഷം പകർത്തുന്ന ഒരാളാണ്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഗോസ് വെൽ വിത്ത് ദിസ് കാർഡ്. ഓക്കെ, ഫാമിലി, നിങ്ങൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും ഓക്കെ, അവർ നല്ല ആൾക്കാരാണ്, നിങ്ങളോട് നല്ലതായിട്ട് പെരുമാറണമെങ്കിൽ നിങ്ങൾക്ക് ആ ആൾ നിങ്ങളുടെ ഫാമിലിയാണ്. ഓക്കെ, ആൻഡ് യു വുഡ് ഡു എനിത്തിങ്, നിങ്ങൾ എന്തും ചെയ്യാൻ റെഡിയാണ് അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ്. ഓക്കെ, സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇറ്റ്സ് എ വെരി പോസിറ്റീവ് കാർഡ്. ഓക്കെ, വളരെ നല്ലൊരു അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ചിലർക്കൊരു ഇത്തിരി ജലസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദറ്റ് വൈ യു ആർ നോട്ട് ഇൻ ദെയർ ലൈഫ്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ലൈഫിലില്ല, ഓർ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റാൾക്കാരുടെ ലൈഫിൽ ചെന്നിട്ട് അവർക്ക് ഉയർച്ച കൊടുക്കുന്നത്. ഇഫ് ഈ പറയുന്ന ആൾക്കാർ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ സപ്പോർട്ട് കൊടുക്കുന്നത് അവരുമായിട്ട് കോമ്പറ്റീഷനിലാണെങ്കിൽ, ഓക്കെ, അവരുമായിട്ട് ജലസി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ആ ഒരു ജലസിയുടെ ഭാഗം നിങ്ങളും ആകും. ഓക്കെ, പക്ഷേ ഇതുവരെ ഇവിടെ നല്ല പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ബി കെയർഫുൾ. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഏതൊക്കെ ആൾക്കാർ നിങ്ങളുടെ ഫാമിലിക്കെതിരെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്കൊപ്പമാണോ നിങ്ങൾക്കെതിരെയാണോ, ഇതൊക്കെ വളരെ കെയർഫുള്ളി ടാക്ടിക്ഫുള്ളി ആലോചിച്ച് വേണം ആൾക്കാരോട് ഇടപെടാൻ. ഓക്കെ, സോ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ കാർഡ്. നല്ല സന്ദേശമാണ് കിട്ടിയിരിക്കുന്നത്. സോ യു ആർ ഗുഡ്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾ സ്റ്റേബിളാണ്. ഓക്കെ, ആൻഡ് പോസിറ്റീവ് എനർജി, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ദാറ്റ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി വരും. ബിക്കോസ് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ മുന്നിൽ നെഗറ്റീവ് എനർജീസ് നിൽക്കുകയില്ല. നൗ ഏതെങ്കിലും പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് നോ, ഇങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിൽ ദാറ്റ് മീൻസ് ഈ പാൽ നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഈ റീഡിങ് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. ഈവൻ ദോ എനിക്ക് റിപ്ലൈ തരാൻ സമയം കിട്ടാറില്ല. എൻ്റെ മറ്റൊരു ചാനൽ അക്കോർഡിംഗ് ടു ദ ടാരോയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ്, അത് ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത്. ഇഫ് യു വുഡ് ലൈക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. എൻ്റെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഇപ്പോഴും ഈ വീഡിയോസ് കാണുന്നുണ്ട് എൻ്റെ ചാനലിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ഗ്രീൻ കാർഡ് ആണ്. സോ ലെറ്റ്സ് സീ the second house, your assets, finances and the things that you value. All right, so group 2 പ്രേക്ഷകർക്ക് നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ, ഓക്കെ, അത് ഗ്രൂപ്പ് 2 പ്രേക്ഷകരുടെ പേരൻസ്, സിബ്ലിംഗ്, നെയ്ബേഴ്സ്, കസിൻസ്, കൊലീഗ്സ്, ഓക്കെ, നിങ്ങളെ അറിയാവുന്നവർ ഓർ പ്രേക്ഷകരുടെ പേര് കേട്ടവർ, ഓക്കെ, അവരുടെ ധാരണയിൽ നിങ്ങൾ വളരെയധികം പണക്കാരാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് സേവിങ്സ്. ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, സേവിങ്സ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർ വളരെയധികം, ഈവൻ തോ നിങ്ങളുടെ കാർ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കാം, ഓക്കെ, എന്നാൽ പോലും നിങ്ങൾ വളരെയധികം സമ്പന്നരാണ് എന്നുള്ള ധാരണയിലാണ്. ഓക്കെ, ആൻഡ് let me just check. As well, നിങ്ങളുടെ ബ്യൂട്ടി വളരെ ആകർഷണീയം ആണ് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ പണത്തിൻ്റെ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് ഡോണ്ട് നോ വൈ, ബട്ട് someone ആരോ ഇതാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞു നടക്കുന്നതാകാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ധാരണയാകാം ദാറ്റ് നിങ്ങളുടെ വീട്ടിൽ പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ബ്യൂട്ടി വൈസ് ശാരീരിക ബ്യൂട്ടി വളരെ ആകർഷണീയം ആണ് നിങ്ങളുടേത്. ഓക്കെ, സോ മെയിൽ ഓർ ഫീമെയിൽ ഡസൻറ്റ് മാറ്റർ.
ഈ വീഡിയോ കാണുന്ന മെയിൽസ് ആണെങ്കിൽ വളരെ ഹാൻസം ആണ്, ആൻഡ് ഈ വീഡിയോ കാണുന്ന ഫീമെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതാണ് നിങ്ങളെ അറിയാവുന്ന ആൾക്കാർ നിങ്ങളെ പറ്റി അവരുടെ മനസ്സിലുള്ള ധാരണ. സോ ഈ കാർഡ് ഇവിടെ ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ദെയർ. ഓക്കെ, ഓൾ റൈറ്റ്. ആൻഡ് ചില ആൾക്കാർക്ക് നിങ്ങളുടെ വീനസ് എനർജി വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങളുടെ അട്രാക്ഷൻ പവർ വളരെ സ്ട്രോങ് ആണ് എന്നും അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ആസ് വെൽ ആസ് നിങ്ങൾ വളരെ ഫേമസ് ആണ് എന്നും ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി ആരുടെ അടുത്ത് നിങ്ങൾ നിൽക്കുന്നോ, ഓക്കെ, അവർ വളരെയധികം നിങ്ങളിൽ അട്രാക്റ്റ് ആകും എന്നുള്ള എനർജിയും വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഡസ് പീപ്പിൾ വ്യൂ ഗ്രൂപ്പ് ടു പ്രേക്ഷകരെ എങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്? No, please give me cards. Please give me cards. So someone doesn't want you to know. Okay, ആരോ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഈ കാര്യം അറിയാൻ. All right, Page of Wands, it's like messed up things. King of Cups, Temperance, Nine of Swords, the Chariot. Okay, Queen of Cups. Okay, so Page of Wands. Alright, so നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പേജ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾ വളരെ യങ്, എനർജറ്റിക്, വൈബ്രൻറ്റ് എനർജിയുള്ള പ്രേക്ഷകരാണ്. ഓക്കെ, സോ നിങ്ങളെ കാണുമ്പോൾ ഇനി എത്ര പ്രായമായിക്കോട്ടെ, പക്ഷെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു കുഞ്ഞു കുട്ടിയുടെ ഒരു മുഖഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ചലനം ഇൻ ദ സെൻസ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഇടപെടുന്നത്, അതെല്ലാം വളരെ ഓമനത്വം നിറഞ്ഞതാണ്, വളരെ യങ്. ഓക്കെ, കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെയാണ് നിങ്ങൾ ഇടപെടുന്നത്. നിങ്ങൾ ഇത്രയും സ്ട്രിക്റ്റാണ്. ഓക്കെ, ചില പ്രേക്ഷകർ ദേഷ്യക്കാരാണ് എന്നുള്ളതുണ്ട്. നിങ്ങൾ റെഡിയാണ് ആരെയും സഹായിക്കാൻ, എന്നാൽ പോലും നിങ്ങൾ നന്നായി ആലോചിച്ച് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യൂ എന്നത് വരുന്നുണ്ട്. ഓക്കെ, ചില പ്രേക്ഷകരിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് ദാറ്റ് നിങ്ങൾ ഏറെ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങൾ പറയില്ല. ഓക്കെ, നിങ്ങൾ വിട്ട് പറയാത്ത ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു കാര്യമുണ്ടോ അത് നിങ്ങൾ വിട്ട് പറയാറില്ല. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഹൈഡ് ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ അബണ്ടൻസ് നിങ്ങൾ തുറന്ന് പറയുന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ തുറന്ന് പറയുന്നില്ല. ഓക്കെ, ഫിഷ് മീൻസ് അബണ്ടൻസ്. ഓക്കെ, ഫിഷ് സ്പിരിച്വൽ മീനിങ്ങിൽ അബണ്ടൻസ് ആണ്. ഇവിടെ ഷിപ്പ് സെയിൽ ചെയ്യാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് നിങ്ങൾ ആരോടും പറയാറില്ല. ഓക്കെ, യു ഹാവ് എ ബ്രോഡ് ഫേസ് ടുവേർഡ്സ് ഇറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ മറ്റാൾക്കാരുടെ സീക്രട്സ് അറിയാൻ റെഡിയാണ്, നിങ്ങളുടെ സീക്രട്സ് പറയാറില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെയും സീക്രട്സ് പറയുന്നില്ല ആൻഡ് നിങ്ങൾ മറ്റാൾക്കാരുടെ സീക്രട്സും ആഗ്രഹിക്കുന്നില്ല അറിയാൻ. ഓൾ റൈറ്റ്, നിങ്ങൾ വളരെ കോഷ്യസ് ആണ്, വളരെയധികം കോഷ്യസ് ആണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതിനെ ഒന്നിച്ച് വെക്കണം, ഒരുമിച്ച് വെക്കണം. അത് മറ്റാൾക്കാർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകരുത് എന്നത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചില ആൾക്കാർക്ക് ഇത് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ വളരെയധികം മാനേജ്മെൻറ്റ് സ്കിൽസ് ഉള്ള ഒരാളാണ്. ദാറ്റ് ഈസ് ഏറെ കാര്യങ്ങൾ ഒന്നിച്ച്
നിങ്ങൾ വളരെ നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഓക്കെ, വളരെ ബിസി സ്കെഡ്യൂളാണ് നിങ്ങളുടെ. ഓക്കെ, നിങ്ങൾക്ക് ഒരിടത്ത് സമാധാനത്തിൽ നിന്ന് ഒരു കാര്യം ചെയ്യാനോ ഇരുന്നൊരു കാര്യം ചെയ്യാനുള്ള സമയമില്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വർക്ക് 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 വർക്ക്, ഓക്കെ, ജോലി 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 ജോലി, ആ ഒരു രീതിയിലാണ്. എന്നാൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന സമയങ്ങൾ, ഓക്കെ, ലൈക്ക് നിങ്ങൾ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊന്നിനൊരു സമയമില്ല, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന സമയങ്ങൾ പോലും നിങ്ങൾ അത് മാറ്റിവെക്കാറില്ല. ഓക്കെ, നിങ്ങളുടെ ഊർജം വളരെ നല്ലതാണ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾക്ക് കുടുംബസ്വത്ത്, ഓക്കെ, കുടുംബസ്വത്താകാം, അല്ലെങ്കിൽ ആൻസസ്ട്രൽ വഴി നിങ്ങൾക്കൊരു വലിയ സ്വത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഗോൾഡാണ് സ്പെസിഫിക്കലി കാണിക്കുന്നത്. മൈറ്റ് ബി നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് നിങ്ങൾക്ക് ഗോൾഡ് തന്നിട്ടുണ്ടാകാം, ഓർ ചില പൂർവികമായിട്ടുള്ള ചില ധനസമ്പാദ്യങ്ങൾ, അത് ഏത് രീതിയിലും ആകാം, ഗോൾഡ് ആകാം, സിൽവർ ആകാം, പണമാകാം, അല്ലെങ്കിൽ ലാൻഡ് ആകാം, വീടാകാം, ഓക്കെ, നിങ്ങൾക്കുണ്ട് എന്നാണ് അവരുടെ ധാരണ. അവർക്കറിയാം നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവാണ്. ഇൻറ്റ്യൂഷനെക്കാട്ടിലും നിങ്ങളുടെ ഇൻ്റലിജൻസ് വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു അത് വളരെ ഹിറ്റായിരിക്കും. ഓക്കെ, വലിയ ബസ് ഉണ്ടാകില്ലെങ്കിലും, ദാറ്റ് ഈസ് ക്രോർസ് ഓഫ് റുപ്പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും നല്ലൊരു രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ, ചില ആൾക്കാരുടെ ധാരണയിൽ നിങ്ങൾ ഗോൾഡൻ സ്പൂൺ ഉള്ള ആൾക്കാരാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങൾക്ക് വെറുതെ തന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും ജോലി ചെയ്യാതെ വെറുതെ ഇരുന്ന് സമ്പാദ്യത്തിൽ ജീവിച്ച് വരുന്ന ഒരാളാണ് എന്നുള്ള ഒരു തോന്നലും ചില ആൾക്കാർക്കുണ്ട്. ലിറ്ററലി നൈസ് റീഡിങ്. ഓക്കെ നൗ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, ഏറെ സ്ട്രെസ്സുള്ള ജീവിതമാണ് നിങ്ങൾക്ക്. ബിക്കോസ് മൈറ്റ് ബി ചില മെമ്പേഴ്സിൻ്റെ മുടി കൊഴിയുന്നുണ്ടാകാം. സോ ആ ഒരു കാര്യം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ആ ഗ്ലോ കുറഞ്ഞിട്ടുണ്ടാകാം, കാരണം നിങ്ങൾ എപ്പോഴും ജോലി 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 ജോലി. ഓക്കെ, സോ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട്, ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാർ, ഏതാൾക്കാർക്ക് നിങ്ങളെപ്പറ്റി കൺസേൺ ആണോ, ഓക്കെ, നിങ്ങളെപ്പറ്റി ഏറെ നല്ലത് ചിന്തിക്കുന്നവരാണോ, അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ വളരെയധികം സ്ട്രെസ്സാണ്, നിങ്ങൾ വളരെയധികം ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫേസിലെ ഗ്ലോ മാറിയിട്ടുണ്ട്, നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ നിന്ന് സ്ട്രഗിൾസ് ഏറെ നേരിടുന്ന ഒരു വ്യക്തിയാണ് എന്ന് ചില പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സക്സസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, തോൽവികൾ നിങ്ങൾ കണ്ടിട്ടില്ല. ഓൾറൈറ്റ്, ആൻഡ് ഇപ്പോൾ വന്ന സക്സസ്, ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലൊരു സക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസിയാണ് നിങ്ങൾക്ക്. ഓക്കെ, ദൈവം നിങ്ങൾക്ക് വന്ന് തരുന്നതാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ല. ഓൾറൈറ്റ്, ലിറ്ററലി കോമ്പിനേഷൻ ആണ്. ഓക്കെ, ചില ആൾക്കാർ വളരെ ജെന്യനാണ് നിങ്ങളോട്, ചില ആൾക്കാർക്ക് ഭയങ്കര ജലസിയാണ് നിങ്ങളോട്, ചില ആൾക്കാർക്ക് ന്യൂട്രൽ എനർജിയാണ്, അവർക്ക് ജലസിയും ഇല്ല എന്നാൽ അവർക്ക് വളരെയധികം സന്തോഷവുമില്ല. ഓക്കെ 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 എനർജിയാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ലെറ്റ്സ് സീ. ഓക്കെ, ഐ ഡു വോണ്ട് ടു ടേക്ക് ക്ലാരിഫിക്കേഷൻ ഫോർ 9 of Swords. 9 of Swordsന് വേണ്ടിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, 4 of Wands. ഓക്കെ, ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ഹാപ്പി അല്ല. ഓക്കെ, ഈവൻ ദോ നിങ്ങൾ സാമ്പത്തികമായി, ബ്യൂട്ടി, ഇതിലൊക്കെ വളരെ നല്ല ഇതാണ്, പക്ഷെ നിങ്ങൾ സന്തോഷത്തിലല്ല. ഓക്കെ, ആൻഡ് ആ സന്തോഷം ആയത് നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണ്. മൈറ്റ് ബി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഉള്ള സ്ഥലം അത് സംഭവം നിങ്ങൾക്ക് ശരിയാവുന്നില്ല. ഓക്കെ, സംവെയർ അതുണ്ട്. ആൻഡ് ചില ആൾക്കാർക്ക് നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പ്
നിങ്ങളുടെ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ല. ഓക്കെ, ചില ആൾക്കാർക്ക് അത് തോന്നുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ അത്രയും സന്തോഷം നിങ്ങൾക്കില്ല, ഈവൻ തോ സന്തോഷിക്കാനുള്ള വകകൾ ഏറെ ഉണ്ട് എന്നുള്ള ധാരണയും ചില ആൾക്കാർക്കുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഇത് ഗൈഡൻസ് ആണ്. ഏതൊക്കെ പ്രേക്ഷകരുടെ മാരേജ് റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ട്? മാരേജ് റിലേഷൻഷിപ്പ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയട്ടെ, നിങ്ങളുടെ സ്പൗസ് മെയിൽ ഓർ ഫീമെയിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് മറ്റൊരു ലവർ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് മാരേജ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ നല്ലതല്ല എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ, നിങ്ങളും നിങ്ങളുടെ സ്പൗസും തമ്മിൽ വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ, ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ, എവിടെ ബിട്രേയൽ ഇല്ല, ചീറ്റിംഗ് ഇല്ല, ഓക്കെ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, ഓർ ഐദർ നിങ്ങളുടെ സ്പൗസ് അവരുടെ വീട്ടുകാർക്ക് മുൻഗണന കൊടുക്കുന്നു, നിങ്ങൾക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കുന്നു, നിങ്ങളുടെ കേൾക്കുന്നില്ല, ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ എഗെയിൻ, ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വിളക്ക് കൊളുത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻഡിൽ ആണ് ജ്വലിപ്പിക്കുന്നെങ്കിൽ ആ ക്യാൻഡിലിൽ ഒരു ഡ്രോപ്പ് ഹണി, ഓക്കെ, അത് ഹണി നിങ്ങൾക്ക് അനോയിൻറ്റ് ചെയ്യാം ക്യാൻഡിലിൽ, അല്ലെങ്കിൽ വിക്കിൻ്റെ സ്ഥലത്ത് ഒരു ഡ്രോപ്പ് ഹണി ഒഴിക്കൂ. വിളക്കിൽ നിങ്ങൾക്ക് 1-2 ഡ്രോപ്സ് ഹണി ഒഴിച്ച് വിളക്ക് കത്തിക്കൂ. ഓക്കെ, വിത്ത് ദ ഇൻറ്റൻഷൻ ദാറ്റ് നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പിൽ സ്വീറ്റ്നെസ് വർദ്ധിക്കുന്നു, റെസ്പെക്റ്റ് വർദ്ധിക്കുന്നു, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ഏറെ റെസ്പെക്റ്റ് നൽകുന്നു, നിങ്ങളുടെ അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്നു. ഓക്കെ, സോ ഇത് ചെയ്യുക. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സീ വാട്ട് എൽസ്. Conflict and defeat. Recognition and reward. Awesome. Okay. All right, I'll take these 3 cards. Crown chakra, okay. Universe, heartache and loss. So, and wait a minute. Clarification for conflict and defeat, please. Clarification for conflict and defeat. Okay, 2 cards. The Empress and the Lover. Okay, and heartache and loss. Okay, 9 of Pentacles. All right. Okay, so ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട് ദാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തോൽവി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആ തോൽവി എങ്ങനെയാണ്? നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ആരെ വിശ്വസിച്ചു, ആ വിശ്വസിച്ച ആൾ നിങ്ങളെ ചതിച്ചു. ഓക്കെ, എന്നാൽ ചതി എന്ന് പറയുന്നത് അത് ഏത് രീതിയിലും ആകാം. ലൈക്ക് പ്രോമിസ് തരുന്നത് നിറവേറ്റിയില്ല, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ താഴ്ത്തുക. ഓക്കെ, അതുമാകാം. ഓക്കെ, സോ സംവെയർ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓക്കെ, നിങ്ങളെ പൊന്നുപോലെ നോക്കേണ്ട ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു. ആൻഡ് മൈറ്റ് ബി നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പ് ആകാം, ബിക്കോസ് ഓൾറെഡി മാരേജ് റിലേഷൻഷിപ്പിൽ സ്പെക്കുലേഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, സംവെയർ അത് വളരെയധികം തോൽവി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു, നിങ്ങളെ ശരിക്കും തകർത്തു എന്നത് പറയുന്നുണ്ട്. കൊലീഗ്സിലും വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് നിങ്ങൾ വളരെയധികം ലീഡർഷിപ്പിലായിരുന്നു ആൻഡ് ആരോ സം പൊളിറ്റിക്കൽ ഗെയിം അഫെയർ മൈറ്റ് ബി, ഓക്കെ, എന്തോ ഒരു ഗെയിം കളിച്ച് നിങ്ങളെ താഴ്ത്തി എന്നതും വരുന്നുണ്ട്. ഓൾ റൈറ്റ്, സോ നിങ്ങളുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് ബാധിക്കുന്നത് ആ രീതിയിലെടുക്കൂ. ഓക്കെ, നൗ ഇപ്പോഴത്തെ സമയത്തിൽ
നിങ്ങൾക്ക് വളരെയധികം റിക്കഗ്നിഷൻസ് വരുന്നുണ്ട്, റിവാർഡ്സ് വരുന്നുണ്ട്, നിങ്ങളെടുത്ത എഫേർട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ ഏറെ എഫേർട്ട് ഇട്ടോ അതിനൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്, അതിനൊക്കെ ഏറെ പേര്, നിങ്ങളുടെ നല്ല സൽപ്പേര് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ക്രൗൺ ചക്ര നിങ്ങളുടെ ആക്റ്റീവാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്കറിയാം ഏതാൾ എങ്ങനെ എപ്പോൾ എന്ത് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവാണ്. ആൻഡ് ഇതൊരു സജഷനും കൂടിയാണ്, ദാറ്റ് നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവ് ആക്കൂ. കാരണം ടെമ്പറൻസ് കാർഡ് ഇവിടെയും ക്രൗൺ ചക്രയാണ്, ഇവിടെയും ക്രൗൺ ചക്രയാണ്. ഓക്കെ, സോ കൈൻഡ്ലി നിങ്ങൾ ക്രൗൺ ചക്ര സബ്ലിമൽ ഏറെ കേൾക്കൂ. ഓക്കെ, നിങ്ങളുടെ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, സോ ഐ തിങ്ക് ഏതൊക്കെ ആൾക്കാർ നിങ്ങളെ ബിട്രേ ചെയ്തോ, ഏതൊക്കെ ആൾക്കാർ നിങ്ങളെ ചതിച്ചോ, അവർക്ക് ഏതോ രീതിയിലൊരു കാർമിക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ജസ്റ്റിസ് നടക്കുന്നുണ്ട്, അവർക്ക് കർമ്മ കിട്ടുന്നുണ്ട്. ബിക്കോസ് അതാണ് നിങ്ങളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവുമായിട്ട് നിങ്ങളുടെ കണക്ഷൻ സ്ട്രോങ് ആണ് എന്നത് വരുന്നത്. സോ ഇവിടെ ഇപ്പോൾ എന്ത് കാർമിക് ജസ്റ്റിസ് എന്നത് വരുന്നില്ല, പക്ഷേ ഐ ഫീൽ ദാറ്റ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. ആരൊക്കെ നിങ്ങളെ ഉപദ്രവിച്ചോ അവർക്ക് കർമ്മ കിട്ടുന്നുണ്ട്, ഈവൻ തോ നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം. ഓക്കെ, സോ അത് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദാറ്റ് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കണക്ഷൻ വളരെ സ്ട്രോങ് ആണ് വിത്ത് ദ ഡിവൈൻ. ഓക്കെ, പിന്നെ വരുന്നത് ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് ആണ്. ആൻഡ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, സോ ഏറെ ആൾക്കാർ അവരുടെ ധാരണയിൽ നിങ്ങൾക്കുണ്ടായ ആ ബുദ്ധിമുട്ട്, ആ വിഷമം, ആ ബിട്രയൽ, ആ ഒരു ചതി, വഞ്ചന, അതിൽ നിന്ന് നിങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ഒരു വലിയ ഡിഫറൻസ് അവർക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സോറി, ലെറ്റ് മീ ടേക്ക് ലുക്ക് അറ്റ് ദീസ് 2 കാർഡ്സ്. ഓക്കെ, ഈ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തിൽ നിന്ന്, വിഷമമുള്ള സമയത്തിൽ നിന്ന്, ജീവിതത്തിൽ ഇനി ഒന്നുമില്ല ചെയ്യാൻ എന്നുള്ള സമയത്തിൽ നിന്ന് ഏറെ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചെടുത്ത് കഴിഞ്ഞു. നിങ്ങളുടെ പവർ അടക്കം. ഓക്കെ, ആർക്കൊക്കെ നിങ്ങളൊരു അധികാരം കൊടുത്തിരുന്നു, ദാറ്റ് നിങ്ങൾക്ക് എന്നെ ചതിക്കാം, നിങ്ങൾക്ക് എന്നെ വിഷമിപ്പിക്കാം, ആ അധികാരം നിങ്ങൾ എടുത്തു കഴിഞ്ഞു. മൈറ്റ് ബി നിങ്ങൾ ഏറെ ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് either നിങ്ങൾ ഓൾറെഡി അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കാൻ നിർത്തി, അവരുടെ വീടുകളിൽ പോകാൻ നിർത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ തരുന്ന സാധനങ്ങൾ കഴിക്കുകയോ ഇടുകയോ ചെയ്യുന്നില്ലായിരിക്കാം. ഓക്കെ, ദർ ആർ മെനി വേസ്, ഏറെ വേസ് ഉണ്ട് കട്ട് ഓഫ് ചെയ്യാൻ. ആൻഡ് എനിക്ക് തോന്നുന്നു അതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് കേൾക്കുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങൾ സോഷ്യൽ മീഡിയസിൽ ഈ ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, സോ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ തിരിച്ചെടുത്തു. ആൻഡ് ഇപ്പോൾ ടോട്ടലി നിങ്ങൾ വളരെയധികം നല്ലൊരു സ്പേസിലാണ്, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കൂടെയാണ്. ഓക്കെ, കിളികൾ, ലുക്ക് എത്ര വൈബ്രൻറ്റ് കളേഴ്സാണ്, എത്ര വൈബ്രൻറ്റ് പൂക്കളാണ്. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസിൽ നിങ്ങൾ ഡ്രസ്സിങ് വാർഡ്രോപ്പിൽ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞു. നിങ്ങളിൽ ആയി. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങളെ മറന്നു പോയിരുന്നു നിങ്ങൾ എന്താണെന്നുള്ളത്. ബിക്കോസ് ഇഫ് യു ലുക്ക് ഹിയർ, ഇതായിരുന്നു നിങ്ങൾ. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾ ഇവിടെ എത്തി, ഇനി അവിടുന്ന് നിങ്ങളിപ്പോൾ ഇവിടെയാണ് വിത്ത് ദി യൂണിവേഴ്സ്. സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ പവർ തിരിച്ചെടുത്തു. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ്, നിങ്ങൾക്കറിയാം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് കൊണ്ടുവരുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ റിലേഷൻഷിപ്പ് നിങ്ങൾ തിരിച്ചെടുത്തു. ആൻഡ് നിങ്ങളെ തന്നെ വളർത്താൻ തുടങ്ങി. സോ ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് ഇഫ് ഈ ഗ്രൂപ്പിലെ ആൾക്കാർ, മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങളുടെ ജീവിതം തിരിച്ചെടുത്ത് ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം. ചിലർ ഓൺലൈൻ ബിസിനസ്, ഓഫ്ലൈൻ ബിസിനസ്, ചിലർ പഠിക്കാൻ പോയിട്ടുണ്ടാകാം, ചിലർ പുതിയ ജോബ് കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങളുടേതായ ഒരു ലോകം നിങ്ങൾ പണിതെടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഹാൻഡ്സ് ഓഫ് ടു യു ഗൈസ്. കാരണം എളുപ്പമല്ല, റൈറ്റ്?
Oh, great. Look at this number 3, 21. 2 plus 1 is again 3. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടം എത്താൻ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. ഏറെ സമയം, ഏറെ പ്രയത്നം, ആൻഡ് മനസ്സിനെ ഏകാഗ്രതയിൽ വെക്കാൻ ഇത്തിരി പാടുള്ള ടൈമാണിത്. അവിടെ നിന്ന് നിങ്ങൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു, ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. അതും ആരുടെ സപ്പോർട്ടും ഇല്ല, ജസ്റ്റ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിലാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്. റിയലി റിയലി അമേസിങ് ഗൈസ്. നിങ്ങൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ്സ് ഓഫ് ടു യു, ആൻഡ് ഇതിൽ തന്നെ മുന്നോട്ട് പോകൂ. ഒരിക്കലും അങ്ങനത്തെ ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടാതിരിക്കൂ. ഓക്കെ, ആൻഡ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഡു നോട്ട് വറി. വിത്തിൻ 3 years ഓഫ് ടൈം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ എത്തുന്നതാണ്. ഓക്കെ, ബിക്കോസ് യൂണിവേഴ്സ് ഇസ് വിത്ത് യു. ഓക്കെ, വാവ്. ഒരു ഹെവിനെസ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഹെവിനെസ് എനിക്ക് തോന്നി ഈ റീഡിങ്ങിൽ. ഐ എം ലിറ്ററലി സോറി ഇഫ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിലും, ബട്ട് യെറ്റ് നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റോടെയാണ് പല ആൾക്കാരും കാണുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് കാർഡ്, ഓക്കെ, വളരെ റെസ്പെക്റ്റാണ് നിങ്ങൾക്ക്. നിങ്ങൾ സമ്പന്നതയിലാണ് എന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വൈബ്രേഷൻ. ഓക്കെ, അതേ വൈബ്രേഷനിൽ നിൽക്കൂ. ഈവൻ തോ നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലായിരിക്കാം, ഈവൻ തോ നിങ്ങളുടെ കയ്യിൽ കാറില്ലായിരിക്കാം, വണ്ടിയില്ലായിരിക്കാം, ഈവൻ തോ നിങ്ങളുടെ കയ്യിലൊരു സ്വന്തമുള്ള വീടില്ലായിരിക്കാം, പക്ഷെ അതേ സമ്പന്നതയിൽ നിൽക്കൂ. നിങ്ങൾക്ക് ആ സമ്പന്നത നിങ്ങളുടെ കയ്യിൽ തന്നെ യൂണിവേഴ്സ് എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കൂ. കമൻറ്റ്സ് ഞാൻ വായിക്കാറുണ്ട്, ഈവൻ തോ എനിക്ക് സമയം കിട്ടാറില്ല റിപ്ലൈ അയക്കാൻ. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനലിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗൈഡൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ജോലി ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, അവർക്ക് വേണ്ടി ഒരു ഗൈഡൻസ് ഇട്ടിട്ടുണ്ട്. പ്രേക്ഷകർക്ക് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗൈഡൻസ് വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോ കണ്ടു നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.